മാർക്കസ് റാഷ്ഫോർഡ് മറ്റൊരു റഫീനിയായി മാറുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാനുള്ളത്. കാരണം ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ഒരു സീസൺ മുഴുവൻ ലോണിൽ കളിക്കാൻ പോവുകയാണ് റാഷ്ഫോർഡിനെ സംബന്ധിച്ച് ഇതൊരു മികച്ച ഡീൽ തന്നെയാണ്. കാരണം ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയേണ്ടി വരും. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അനഭിബിതനായതിനു ശേഷം വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലൂടെയാണ് താരം പോയത്. ഇടയ്ക്ക് 6 മാസത്തോളം ലോണിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിച്ചു. പക്ഷേ പിന്നീട് പരിക്ക് വന്നു. ഇപ്പം തിരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു 1.5 മാസമായി ഒരൊറ്റ നിലപാടിലായിരുന്നു മാർക്കസ് റാഷ്ഫോർഡ്. ഞാൻ പോവുകയാണെങ്കിൽ അത് ബാഴ്സലോണയിലേക്കേ ഉള്ളൂ, ബാഴ്സലോണ എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നിക്കോ വില്യംസിന്റെ ആ ഒരു ഡീൽ കൊലാപ്സ് ആയതും പിന്നെ അതുകൂടാതെ തന്നെ ലൂയിസ് ഡിയസിനെ കിട്ടാത്തതെല്ലാം മാർക്കസ് റാഷ്ഫോർഡിന് അനുഗ്രഹമായി എന്ന് പറയേണ്ടി വരും. കാരണം ഹാൻസി ഫ്ലിക്കിന് കീഴിൽ താരങ്ങൾ, അതായത് മികച്ച പ്രതിഭയുള്ള പല താരങ്ങളും ഒരു മോശം ഫേസിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു തിരിച്ചുവരവുള്ള ഒരു പാത ഒരുക്കിയിരുന്നു ഫ്ലിക്ക്. കാരണം ഫ്ലിക്കിന്റെ ആ ഒരു സ്കിൽ അങ്ങനെയാണ്. കഴിഞ്ഞ സീസണിലെ റഫീനിയയുടെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചു. ക്ലബിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു പ്ലെയർ എത്ര വേഗമാണ് ഒരു മെയിൻ സ്ട്രീം പ്ലെയർ ആയിട്ട് മാറിയെന്നുള്ള ഒരു പ്ലേ മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറർ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഒരു ഓൾറൗണ്ട് മികവിലേക്ക് റഫീനി എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയ ടേൺ അറൗണ്ട് ആയിരുന്നു. ഇനിഗോ മാർട്ടിനസിന്റെ പെർഫോമൻസ് ആണെങ്കിലും എറിക് ഗാർഷ്യയുടെ പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ യങ് പ്ലെയേഴ്സിന്റെ പെർഫോമൻസ്, ഇതെല്ലാം വേറൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഹാൻസി ഫ്ലിക്കിന് സാധിച്ചു. അപ്പോൾ ഫ്ലിക്കിന് കീഴിൽ എത്തുമ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് തൻ്റെ പതിവ് പല്ലവിയൊക്കെ മാറ്റി നന്നായിട്ട് അധ്വാനിച്ച് കളിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം റാഷ്ഫോർഡിനെ സംബന്ധിച്ച് ഇനിയൊരു സമയമില്ല. ഒരുപക്ഷെ ഇതൊരു ലാസ്റ്റ് ബസ്സായിരിക്കും. കാരണം 27ാമത്തെ വയസ്സിൽ നിൽക്കുന്ന പ്രൈം ടൈമാണ്. അടുത്ത വർഷം വേൾഡ് കപ്പ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ തിരിച്ചെത്തണം. അതുമാത്രമല്ല ഒരു ചൈൽഡ് പ്രോഡിജി എന്നുള്ള രീതിയിലൊക്കെ ഉയർന്നു വന്ന ഒരു പ്ലെയർ പിന്നീട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ട ഒരു അത്യാവശ്യം ഏറ്റവും കൂടുതലുള്ളത് മാർക്കസ് റാഷ്ഫോർഡും തന്നെയാണ്. കാരണം 27 വയസ്സായി പ്രൈം ഏജിൽ നിൽക്കുന്നു. അപ്പം നല്ലൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ബാഴ്സലോണയിൽ എത്തുമ്പോൾ റാഷ്ഫോർഡിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. കാരണം അത്രയും സ്റ്റാർ സ്റ്റഡഡ് ആണ്. പക്ഷേ ബാഴ്സലോണ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നെയ്മറിന് ശേഷം അവർക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ ഇല്ല. പലപ്പോഴും മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെയാണ് ആ ഒരു പൊസിഷനിൽ കളിച്ചിരുന്നത്. നിക്കോ വില്യംസിനെ അവർ ടാർഗറ്റ് ചെയ്തതും ആ ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിലവിൽ റാഷ്ഫോർഡിന് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന്, റാഷ്ഫോർഡിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, മുന്നേറ്റ നിരയിൽ വേഴ്സറ്റൈലായിട്ട് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി, സ്പീഡ്, പിന്നെ നല്ല ഫോമിലാണെങ്കിൽ ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ ഇത് ഒരു പോസിറ്റീവ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ സ്ട്രൈക്കറുടെ റോളിൽ അല്ലെങ്കിൽ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കാൻ പറ്റും. ഫോൾസ് 9 ആയിട്ട് ഇറക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ട്. ഇപ്പൊ റഫീനിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ റാഷ്ഫോർഡിനും റൈറ്റ് വിങ്ങിൽ യമാലിനും സെന്റർ സ്ട്രൈക്കറായിട്ട് അല്ലെങ്കിൽ ഫോർവേഡായിട്ട് റോബർട്ട് ലെവൻഡോസ്കിക്കും ഇറങ്ങാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ റാഷ്ഫോർഡിന് മുമ്പിലുണ്ട്. പിന്നെ ബാഴ്സലോണയെ സംബന്ധിച്ച് വലിയൊരു ഇയർ ആണ് അവരെ സംബന്ധിച്ച്. അവർക്ക് ലാലിഗ നിലനിർത്തണം. ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ തവണ വലിയ നിർഭാഗ്യത്തിന്റെ ഒരു ഘടകമായിട്ട് അവർക്ക് നഷ്ടമായതാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് അത് തിരിച്ചു പിടിക്കണം. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അപ്പോൾ റാഷ്ഫോർഡിന് എന്തായാലും അവസരങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് റോബർട്ട് ലെവൻഡോസ്കി 37ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ എല്ലാ മത്സരത്തിലും ലെവൻഡോസ്കി സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കുറവാണ്. പലപ്പോഴും അദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമായിരിക്കും. അപ്പം ആ ഒരു സ്പേസിലേക്ക് റാഷ്ഫോർഡിന് കളിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. പിന്നെ റാഷ്ഫോർഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സഹജമായ മടി അത് മറികടക്കുക എന്നുള്ളതാണ്. കാരണം ഇനി ഒരു അവസരം, ഇത്ര ഒരു സുവർണ അവസരം റാഷ്ഫോർഡിന് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പം ബാഴ്സലോണയിലേക്കാണ് പോയിരിക്കുന്നത്. യുണൈറ്റഡ് വിട്ട് നേരെ പോയിരിക്കുന്ന ബാഴ്സലോണയിലേക്കാണ്. അപ്പം ശരിക്കും പ്രൂവ് ചെയ്യാനുള്ള, വീണ്ടും തന്റെ പ്രഭാവം തെളിയിക്കാനുള്ള ഒരു അവസരമാണ് റാഷ്ഫോർഡിന് വന്നിരിക്കുന്നത്. അപ്പം മടിയും അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലേസിനെസ് ആറ്റിറ്റ്യൂഡ് അത് മാറ്റിയെടുത്ത് ഡിഫൻസിനെയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ സെൽഫിഷ് ആറ്റിറ്റ്യൂഡും വെച്ച് യുണൈറ്റഡിൽ അതേ രീതിയിലുള്ള കളി തുടരുകയാണെങ്കിൽ അവിടെയും മോശം അവസ്ഥ തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ ഇനിയൊരു തിരിച്ചുവരവുള്ള സാധ്യത കൂടി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ഡു ഓർ ഡൈ ബാറ്റിലേക്കാണ് മാർക്കസ് റാഷ്ഫോർഡ് പോകുന്നത്. പിന്നെ ഫ്ലിക്കിന് കീഴിൽ അധ്വാനിച്ച് കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിലനിൽപ്പ് ഉണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെക്കാൾ കൂടുതൽ അത് റാഷ്ഫോർഡിനും അറിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഡീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ യുണൈറ്റഡിന്റെ നിലവിലെ സാഹചര്യത്തിൽ റാഷ്ഫോർഡിനെ വിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 40 മില്യൺ പൗണ്ടൊക്കെ ആയിരുന്നു അവർ ചോദിച്ചിരുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാനായത് 35 മില്യൺ യൂറോയുടെ ഒരു ബൈയിങ് ഓപ്ഷനോടെയുള്ള ലോൺ ഡീലാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ബാഴ്സലോണയുടെ ബാർഗെയിനിങ് കുറച്ചൊക്കെ
അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് യുണൈറ്റഡ് പോയി. പക്ഷേ റാഷ്ഫോർഡിന്റെ ഒരു നിലപാട് നിർണായകമായിരുന്നു. വേറെ ഒരു ക്ലബിലേക്കും താൻ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു അവസ്ഥയും ഇല്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യവും ഇല്ല യുണൈറ്റഡിനെ സംബന്ധിച്ച്. അപ്പോൾ യുണൈറ്റഡിനാണെങ്കിലും റാഷ്ഫോർഡിനാണെങ്കിലും ബാഴ്സലോണയ്ക്കാണെങ്കിലും നിലവിൽ ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ കളി, അതായത് റാഷ്ഫോർഡിന്റെ കളി തന്നെ കണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മാർക്കസ് റാഷ്ഫോർഡിന്റെ ഈ ഒരു ഡീല് എല്ലാ പാർട്ടീസിനും ഓക്കെ ആണെന്നുള്ള ഒരു ധാരണയാണ് പൊതുവേ ഉള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് മാത്രമല്ല, മാർക്കസ് റാഷ്ഫോർഡ് റഫീനിയെ പോലെ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ, ഒരു ഗംഭീര തിരിച്ചുവരവ് ഫ്ലിക്കിന് കീഴിൽ നടത്തുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.